ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ചക്ക ചിപ്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ലതായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ. നമ്മളിങ്ങനെ ചെയ്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചക്ക ചിപ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചക്ക എടുക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ന് പറയുന്നത് അധികം വിളവില്ലാത്ത ചക്കയായിരിക്കണം. നമ്മൾ അത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് എല്ലാം ഒരുപോലെ കട്ട് ചെയ്ത് എടുത്തിരിക്കണം. നമ്മൾ എടുക്കുന്ന ചക്കച്ചോളയെന്ന് പറയുന്നത് നൈസായിട്ടുള്ളതായിരിക്കണം കേട്ടോ, അധികം കട്ടി പാടില്ല. പിന്നെയെന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം വെച്ചിട്ട് നമ്മൾ ഒരു ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം നമ്മൾ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. നമ്മൾ എത്ര ചക്ക എടുക്കുന്നോ അതിൻ്റെ ചക്കയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഉപ്പിൻ്റെ പാകത്തിന് കിട്ടും. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളൊരു കായപ്പൊടിയാണ്, 1 ടീസ്പൂൺ അടുപ്പിച്ചാണ് കായപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഉപ്പ് നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക, എന്നാലേ ചക്കയിൽ നല്ല ഉപ്പ് കാണത്തുള്ളൂ. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക കുറച്ച് ഇട്ട് കൊടുക്കാം. കയ്യിൽ എണ്ണ തെറിക്കാതെ വേണം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കേണ്ടത് കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ കുഴഞ്ഞു പോകും. നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇട്ടതിന് ശേഷം നമ്മൾ കണ്ണാപ്പയില്ലേ അത് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തോണം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. 2-3 പ്രാവശ്യം ഇളക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചക്ക ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് പിന്നെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചിപ്സ് നന്നായി കളറൊക്കെ മങ്ങി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി കോരി മാറ്റാം കേട്ടോ. കോരിയതിന് ശേഷം നമുക്കറിയാം കുറച്ച് കഴിയുമ്പം കുറച്ചുകൂടെ കളർ വരും കേട്ടോ. അതുകൊണ്ട് നമ്മൾ അതിന് മുന്നേ തന്നെ കോരി മാറ്റണം. നല്ല കിടു ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.